ടച്ചിങ്സ് തീർത്തേക്കല്ലേ? ആ വരുക. ആ നിങ്ങൾ തുടങ്ങിക്കോ. വരുന്നു. എടാ നീ ഇതും കുത്തിക്കൊണ്ടിരിക്കുകയാണോ? അവിടെ വള്ളംകളി തുടങ്ങി. പോടാ, പോയി ടച്ചിങ്സ് തീർക്ക്. നിനക്ക് അതൊക്കെയാ പറഞ്ഞിട്ടുള്ളൂ. ഓ നീ വല്ല അടികാരനല്ലേ? എടാ സോഡയിൽ ബിയർ ഒഴിച്ചടിക്കുന്നതല്ലേ നീ? ഒന്ന് പോടാവൂല്ലേ. നിനക്കറിയോ, പണ്ടൊക്കെ ഒറ്റയ്ക്ക് ഫുൾ ബോട്ടിൽ അടിച്ചവനാ ഞാൻ. ഇപ്പം നിർത്തിയതല്ലേ. ഓ ഫുൾ ബോട്ടിൽ സോഡയായിരിക്കും. പോടാവൂല്ലേ. അളിയാ നീ വാ, നമുക്ക് പുറത്തു പോവാം. നീ ഇതിൻ്റെ അകത്തിരുന്ന് മടുത്തില്ലേ? അളിയ ഒരു മുറ്റ് സംഭവമുണ്ട്. മാനേജറുടെ കാറ് നിന്റെ അടുത്തില്ലേ? നമുക്കൊന്ന് വെളിയിൽ പോയാലോ? പോയടാ. എടാ എന്താ വാടാ, നമുക്കൊന്ന് പോയാലോ? നീ അങ്ങനെ പറയല്ലേ. എടാ പ്ലീസ് എടാ. അതൊന്നും ശരിയാവില്ല. ഞാൻ നിന്റെ ആത്മാർത്ഥ ഫ്രണ്ടാ കോപ്പാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനാണോ? എടാ അതല്ല, ആ മാനേജറുടെ വണ്ടിയാ. വല്ല തട്ടും മുട്ടും വന്നു കഴിഞ്ഞാൽ അയാൾ ഒന്നാമത് എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ച് പോയേക്കുന്നത്. ഓ നിനക്കിപ്പോ കോന്ത മാനേജറെ വിശ്വാസം, എന്നെ വിശ്വാസത്തില്ലല്ലേ? എടാ നീ ഒന്ന് ഓർക്കണം, നീ വയറിളക്കം പിടിച്ച് ആശുപത്രി കിടന്നപ്പോൾ ഞാൻ മാത്രമല്ലടാ ഉണ്ടായിരുന്നുള്ളൂ കഞ്ഞി മേടിച്ചു തരാൻ. വണ്ടാരണങ്ങൻ. നിനക്കിപ്പോൾ എന്നാ വേണം? വണ്ടി ഓടിക്കണം, അത്രയല്ലേ ഉള്ളൂ. ശരിക്കും ഓടിക്കുമോ? എടാ എനിക്ക് ലൈസൻസ് ഒക്കെ ഉണ്ട്. ഒന്ന് ഓടിച്ചൊന്ന് സെറ്റായാൽ മതി. പെട്രോൾ ഞാൻ അടിച്ചോളാം. ഒത്തിരി ഒന്നും വേണ്ട, ഒരു 10 കിലോമീറ്റർ മതി. എടാ പ്ലീസ് എടാ പ്ലീസ്. ഈ ക്ലച്ച് നീ എന്തായി നോക്കണേ? എടാ ഇതിന്റെ ക്ലച്ച് ചെറുതാട്ടാ. ഞാൻ അന്ന് പഠിച്ചതിന്റെ വലിയ ക്ലച്ചായിരുന്നു. കോപ്പ് നീ ഇറങ്ങിയേ. നീ എന്റെ കോൺസെൻട്രേഷൻ കളയല്ലേ. ഒന്ന് മൂവായി കിട്ടിയാൽ മതി, പിന്നെ ഞാൻ പൊളിക്കും. ഉള്ള പെട്രോൾ മൊത്തം കത്തിച്ച് കളയാം. ये 500 ഞങ്ങൾ 100 ये 100 रुपये थे भाई, अब मीटर में देखना. ഞങ്ങൾ 100 പറഞ്ഞത്. भाई 100 रुपये नहीं भैया, 500 रुपये का मैं पेट्रोल डाल दिया. നിങ്ങൾ 500 അടിച്ചാ भैया जी देने मैनेजर मेरे पकड़ेगा. ഞങ്ങൾ 100 പറഞ്ഞത്. ഞങ്ങൾ मैनेजर का पकड़ेगा. ये 500 रुपये देना. നിങ്ങൾക്ക് അടിക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല. നിങ്ങളാണോ ഞങ്ങൾ ശരിയാവാതെ? അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? അന്ന് ഒതുക്ക്, സൈഡിലേക്ക് ഒതുക്ക്, വണ്ടി ഒതുക്ക്. ഈ ബംഗാളികളെ കൊണ്ടാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാവും. നിങ്ങളോട് ഞങ്ങൾ 100 രൂപയ്ക്കാണ് അടിക്കാൻ പറഞ്ഞത്, 500 രൂപയ്ക്ക് നിങ്ങൾ അടിച്ചു. അത് ഞങ്ങളുടെ കുഴപ്പമല്ല. നിങ്ങൾ കൂടുതൽ അടിച്ചതിന്റെ പൈസ തരേണ്ട കാര്യം ഞങ്ങൾക്കില്ല അല്ലേ ചേട്ടാ? 500 രൂപ ഒന്നും തരാൻ പറ്റത്തില്ല. 100 ഞങ്ങൾ തരുള്ളൂ, വേണമെങ്കിൽ വാങ്ങിച്ചാൽ മതി. ഇപ്പോഴത്തെ ഷെഫീഖ് സാർ പുതിയ പേനാണ്, പുതിയ ആളാണ് സാർ. അയാൾ പഠിച്ചു വരുന്നേ ഉള്ളൂ സാർ കാര്യങ്ങളൊക്കെ. അടുത്ത തവണ വരുമ്പോൾ അയാൾ മാറ്റിക്കോളൂ സാർ. പ്ലീസ് സാർ, ഇപ്രാവശ്യത്തേക്ക് എങ്ങനെയെങ്കിലും ഒന്ന് പ്ലീസ് സാർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും സാർ പ്ലീസ്. ശരി. പക്ഷെ ഇനിയെങ്കിലും അവനെ പിടിച്ച് മാറ്റാൻ നോക്ക്. ചുമ്മാ ഈ പറഞ്ഞ മനസ്സിലാക്കാത്തവനൊക്കെ പിടിച്ച് പണിക്ക് നിർത്തി കഴിഞ്ഞാൽ ഇതായിരിക്കും അവസ്ഥ. ബാക്കിയുള്ളവരായിരിക്കും പണി. തൽക്കാലം വെച്ചു. ഈ ആഴ്ചത്തെ വാരവെള്ളത്തിലുണ്ടായിരുന്നേ ധനനഷ്ടം, മാനഹാനി, അങ്ങനെ കുറെ. എടാ ഏതായാലും നമ്മൾ കുറെ പെട്രോൾ അടിച്ചു. നമുക്കൊന്ന് ശരിക്കും കറങ്ങാം. ഒരു 50 അങ്ങോട്ടും ഒരു 50 ഇങ്ങോട്ടും. ചുമ്മാ ചിൽ മോനെ ചിൽ. നമ്മളിന്ന് പൊളിക്കും. എടാ ഞാൻ ഈ നിമിത്തങ്ങളിലൊക്കെ വിശ്വസിക്കുന്ന ആളാണ്. അല്ലെങ്കിൽ മണ്ണിൽ നക്ഷത്രങ്ങൾ പുഞ്ചിരിക്കുന്ന ഈ അസുലഭ സുന്ദര മനോഹര നീല രാത്രിയുടെ നിറഞ്ഞ മാറിലൂടെ മന്ദം മന്ദം മുഴുകി നീങ്ങുവാൻ നമുക്ക് സാധിക്കുമായിരുന്നോ? പറയടാ എടാ, നമുക്ക് സാധിക്കുമായിരുന്നോന്ന്?
അംബുജാക്ഷൻ ഉണർന്നല്ലോ. ഇത് ചിറകൊടിഞ്ഞ കിനാവുകളല്ല, ആകാശത്തിന്റെ അനന്ത നീലിമയിലൂടെ പറന്നുയരുന്ന കിനാവുകൾ. എന്താ ഇത്, എത്ര സമയമായി? ടെൻഷൻ അടിക്കില്ലേ, വരും ഇപ്പൊ വരും വരും ഏതെങ്കിലും ഒരു വണ്ടി വരും. വരണ്ടോ? ഒരു വണ്ടി വരുന്നുണ്ട്. വണ്ടി നിർത്തോ? എന്താ വണ്ടി നിർത്തിയ? എടാ നമുക്ക് അവരെ കൂടെ കയറ്റാം. വേണ്ടടാ, വെല്ല ഓടിച്ചോട്ടെ കേസ് വരിക്കും. അവസാനം നമ്മളെ വണ്ടി. എടാ മറ്റുള്ളവരെയും കൂടെ സഹായിക്കണമെന്ന എല്ലാ മതങ്ങളും പറഞ്ഞേക്കുന്നത്. ഞാൻ അവരെയും കൂടെ കയറ്റാൻ പോവാം. ഇവനെ കൊണ്ട് ചേട്ടാ ഒരു ലിഫ്റ്റ് എങ്ങോട്ട്? പേയാറ്. ഞങ്ങൾ ക്രിസ്മസ് അപേക്ഷ അതാ വണ്ടിയുടെ ഒരു ലിഫ്റ്റ് എന്നാൽ വളരെ ഉപകാരമായിരുന്നു. ഓ അതിനെന്താ, ഞങ്ങൾ ആ വഴിക്ക് തന്നെയാ. കയറിക്കോ. താങ്ക്സ് ചേട്ടാ. നിങ്ങളെന്താ ആരും ഒന്നും മിണ്ടായിരിക്കുന്നേ? നിങ്ങൾ ഫ്രണ്ട്സാണോ? അല്ല, ഇതെന്റെ സിസ്റ്ററാണ്. ആണോ? എന്താ സിസ്റ്ററിന്റെ പേരെന്താ? കാർത്തിക. നല്ല പേര്. എന്താ നമ്മുടെ പേരെന്താ? ഇമ്മാനുവൽ. ഇമ്മാനുവൽ. അപ്പോ മിശ്ര വിവാഹമാണല്ലേ? അല്ലല്ല, മിശ്ര വിവാഹിതരുടെ മക്കളാണല്ലേ? അല്ല, അതെ അതെ അതെ. ചേട്ടാ ഇതാണ് സ്ഥലം, ഒന്ന് നിർത്തിക്കേ. ആണോ? എത്തിയോ? അതെ അതെ. ഇവിടെ അടുത്ത സ്ഥലം? അല്ല, കുറച്ചുള്ളിലോട്ട് പോകണം. ഓ അല്ല, ഞങ്ങൾ ഡ്രോപ്പ് ചെയ്യാം. അയ്യോ വേണ്ട ചേട്ടാ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടല്ലേ, ഞങ്ങളൊരു ഓട്ടോ പിടിച്ച് പോയി. എന്ത് ബുദ്ധിമുട്ട്, ഇതൊക്കെ ഞങ്ങൾക്കൊരു സന്തോഷമല്ലേ. ഏതാ വഴി? പെരുവഴി. ചേട്ടാ അടുത്തോട്ടുള്ള വഴി. അതല്ലേ. നിന്നെ പോലൊരു കൂട്ടുകാരനെ കിട്ടിയത് എന്റെ ഭാഗ്യമാ, ഇല്ലയോടാ? എല്ലാ ക്രിസ്മസിനും എനിക്ക് ആരെങ്കിലും സഹായിക്കണം, ചെറുപ്പം മുതലുള്ള ശീലം. കഴിഞ്ഞ ക്രിസ്മസിന് നീ ആരാ സഹായിച്ചേ? അപ്പൊ പിന്നെ കഴിഞ്ഞ ക്രിസ്മസിന് നിനക്ക് വയറിളക്കം പിടിച്ചു കിടന്നപ്പോ കഞ്ഞി മേടിച്ചു തന്നാരാ? താങ്ക്സ് ചേട്ടാ. ബൈ. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. നീ എന്നെ കാണിക്കുന്നത് സൈഡിലേക്ക്. നീ വണ്ടി ഓഫ് ചെയ്യും, നമുക്ക് നോക്കാം.
ഷോ നോക്ക്, ടയറ് പഞ്ചറായി. ആ പഞ്ചറായിരുന്നു. മാറാനുള്ള ടൂൾസ് പോലും ഇല്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ശേ, ഒരു വണ്ടി വരുന്നുണ്ട്, നമുക്ക് നോക്കാം. വാ. ചേട്ടാ, ഞങ്ങളുടെ വണ്ടി ഒന്ന് കേടായി. ഇവിടെ അടുത്ത് വർക്ക്ഷോപ്പ് വല്ലതും ഉണ്ടോ? ഇവിടെ അടുത്തെങ്ങും വർക്ക്ഷോപ്പില്ല. ആ കാണുന്ന തിയേറ്ററുണ്ടല്ലോ, അതിൻ്റെ പുറകിൽ ഗോവിച്ചേട്ടൻ്റെ വീടുണ്ട്. ആ ചേട്ടനോടൊന്ന് ചോദിച്ചു, ചിലപ്പോൾ വന്നേക്കും. ശരി ചേട്ടാ. ആ തിയേറ്റർ അത്? ആ അതെ. ഇപ്പം ഏതാട്ടാ പടം ഇവിടുന്ന്? അത് മോഹൻലാൽ ഏതോ പടം. ശരി ചേട്ടാ, വാ നമുക്ക് നോക്കിയിട്ട് വരാം. ശരി ചേട്ടാ. ആ ശരി ശരി. എന്നെ കാടല്ലേ ഇത്? ഒരു മനുഷ്യൻ പോലും ഇല്ല. പറ്റിയോ? അപ്പൊ നോക്കാം. ഓ ഏത് പന്നിയാടാ മാരെ, പിടിരാ മാരെ. രണ്ടുപേരും അങ്ങോട്ട് മാറിക്കടാ. അപ്പം നിങ്ങൾ ഇങ്ങോട്ടാ പോയിക്കൊണ്ടിരുന്നത്? സാറേ, കമ്പനി ആവശ്യത്തിന്. സാറേ, കമ്പനി ആവശ്യത്തിന് പോയതാ സാർ. ഓ, കമ്പനി ആവശ്യത്തിനാണല്ലേ? പാതിരാത്രിക്കാണോ കമ്പനി ആവശ്യത്തിന്? ചുമ്മാ നോണ പറയാണ് സാറാ. അത് ശരിയാണല്ലോ, പാതിരാത്രിക്കാണോ കമ്പനി ആവശ്യം? ശരിയാക്കി തരാം. വെറുതെ ഇടി മേടിച്ചു കൊടുണ്ടാക്കും. എടുത്താണെങ്കിൽ കൊടുത്തേക്ക്. എൻ്റെ പൊന്നു സാറേ, ഞങ്ങൾ മനസ്സാവാച അറിയാത്ത കാര്യമാണ്. ചോദിക്കേണ്ട മാതിരി ചോദിക്കും സാറേ, അപ്പോൾ കാര്യം പറയും. ചോദിക്കേണ്ട മാതിരി? ആരുടെ വീട്ടിൽ നിന്നാ സാധനം പോയെന്ന് പറഞ്ഞേ? എൻ്റെ വീട്ടിൽ നിന്നാ സാറേ പോയത്. ദൈവനാണ് സാറേ, ഞാൻ പിടിച്ചപ്പോൾ എന്നെ തള്ളിയിട്ട് ഓടിക്കളഞ്ഞു സാറേ. കണ്ടു സാറേ, മുട്ടു മൊത്തം പൊട്ടി. തൻ്റെ പേരെന്താ പറഞ്ഞേ? ഫെർണാണ്ടസ്. സാറേ, ഞങ്ങളൊന്ന് ചോദിച്ചു നോക്കട്ടെ സാറേ. ഏയ് വേണ്ട ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ. സർ, പ്രതിക്ക് മുള്ളാൻ പോണായിരുന്നു. എന്താ, ഞാൻ കൊണ്ടുപോണോ? വേണ്ട. ഓവറോവർ മലപ്പുറം പൊന്നാനി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ യുവതി ലിംഗം മുറിച്ച് കടത്തു കളഞ്ഞ പോലെ സമാന കേസിൽ ഇവിടെ കഴക്കൂട്ടം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു യുവതി ലിംഗം മുറിച്ച് കടത്തു കളഞ്ഞിട്ടുണ്ട്. FIR ഇട്ടതായിട്ടും അറിയുന്നു. ഓവർ. ഇതിപ്പോ ഒരു ട്രെൻഡാണല്ലേ? നിങ്ങൾ പറഞ്ഞ കഥയൊക്കെ കൊള്ളാം. നല്ലൊരു ദിവസമായിട്ട് ഞങ്ങളുടെ പച്ചയർക്കൽ അടുപ്പിക്കരുത്. ഞങ്ങൾ അറിയാത്ത കാര്യമാണ് സാർ, ഞങ്ങൾക്ക് അറിയില്ല. നല്ലൊരു ക്രിസ്മസ് ദിവസമായിട്ട് വെറുതെ എൻ്റെ കൈക്ക് മെനക്കാട് ഉണ്ടാക്കരുത്. ഇനി പറ, ആരാ സാർ? ഞങ്ങൾക്ക് അറിയത്തില്ല സാർ, ഞങ്ങൾക്ക് അറിയത്തില്ല. പട്ടി കഴിവറ മതി കളിക്കുന്നത്. അങ്ങോട്ട് കേറാ. എന്താണോ അത്? സാർ, പെട്രോളിങ് കൂടെ നിർത്താതെ പോയി. ഞങ്ങളെ പുറകെ ചെന്നപ്പോൾ ദേ എവിടെ നോക്കിയടാ സാറേ? ഇതെന്റെ സ്വർണം തന്നെയാ സാറേ. യവന്മാര് തന്നെയാ സാറേ അടിച്ചോണ്ട് പോയത്. ഇതല്ലല്ലോടാ നീ ഇത്ര നേരം പറഞ്ഞേ. നിന്നെ തല്ലുന്നില്ല കേട്ടോടാ, നീ ചത്തുപോകും കേട്ടോടാ. എന്താടാ ശവമേ, പേടിച്ച് മുള്ളിയാ? ഞാനല്ല, ആശാനാ.
ഇതുകൂടെ വൃത്തിയുടെയല്ലോ. പോയൊരു ബക്കറ്റ് വെള്ളം കൊണ്ടുപോവാ. ഇവന്മാരെങ്ങനെ കൊണ്ട് എന്നിട്ട് ഇവരെ കയറ്റ്. വന്നത് വന്നു. അല്ലെങ്കിൽ തന്നെ ഈ നാട്ടുകാരുടെ കാര്യം എങ്ങനെയാണ്? കണ്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ പൊക്കും. കണ്ടില്ലേ? നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഓക്കെ അല്ലേ? കഴിഞ്ഞത് കഴിഞ്ഞു. നിങ്ങൾ ഇനി ഇതിൻ്റെ പുറകെ ഒന്നും പോകണ്ട. കഴിഞ്ഞില്ലേ? കഴിഞ്ഞു സാർ. അതാ പറഞ്ഞത്, കഴിഞ്ഞത് കഴിഞ്ഞു. ഓക്കെ, കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? അപ്പോൾ രണ്ടുപേരോട് ചെല്ല്. ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കും. സീറ്റ് ബെൽറ്റ് ഇടാൻ മറക്കണ്ട കേട്ടോ. ഓക്കെ, അപ്പോൾ പറഞ്ഞ പോലെ ഹാപ്പി ക്രിസ്മസ്. കഴക്കൂട്ട PS പരിധിയിൽ ഇമാനുവൽ കാർത്തിക എന്നീ വിദ്യാർത്ഥികൾ മിസ്സിംഗ് ആയതായി റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് സാർ. അവർ കമിതാക്കളാണെന്ന് പറയുന്നത് സാർ. ഓവർ. മാനേജർ വന്നും വിളിച്ചോണ്ട് എടുക്കണ്ട. ആ ശരിയാ, എടുക്കുന്നില്ല. എന്തായാലും വിട്ടു. ഇനിയിപ്പോൾ സമാധാനമായിട്ട് റൂമിൽ ചെയ്തിട്ട് വിളിക്കാം. ആ, നീ ഒരു പാട്ട് വെച്ചേ. ഇപ്പൊ രാത്രി ശുഭരാത്രി, ഇനിയെന്നും ശിവരാത്രി, ജന്മം പുനർജന്മം, നീ എന്നും കാമാക്ഷി, പ്രേമം പുതുപ്രേമം, നീ എന്നും മണവ